ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പെട്ടി പാക്ക് ചെയ്യാണ്. കാരണം ബിക്കോസ് ഞാൻ നാട്ടിൽ പോവാണ്. 20 ഡേയ്സിലേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനാണെങ്കിൽ വലിയ രീതിയിലുള്ളതൊന്നുമില്ല, ചെറിയ ചെറിയ ഒരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം എമർജൻസി ആയിട്ട് പോവാണ്, വേറെ ആവശ്യമായിട്ട് പോയതുകൊണ്ട് അത്ര വലിയ പർച്ചേസ് ഒന്നും ഇല്ലായിരുന്നു. എന്നാലും നമുക്ക് പാക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ജപ്പാൻ പെട്ടിയല്ലേ, ഇപ്പോൾ തുറക്കുമ്പോൾ വെള്ളം വേണം. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നതാണ് അടിപൊളി വെള്ളം വേണം. എപ്പോൾ പറഞ്ഞാലും പാൽപ്പൊടിയാണ് വേണ്ടത്. വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാര്യം ഈ പ്രാവശ്യത്തെ എൻ്റെ ട്രാവലിങ് അങ്ങനെ വലിയ പർച്ചേസ് ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡേറ്റ്സ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമുക്ക് ഈ പഞ്ചസാര ലൈനിൽ നിരക്കിയ ഡേറ്റ്സ് കേട്ടോ. പിന്നെ പിയേഴ്സിൻ്റെ സോപ്പാട്ടോ മേടിച്ചത്. എപ്പോഴും ഇമ്പീരിയൽ ലെതറോ അത് ഇതൊക്കെ ആയിരിക്കും തോന്നുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പിയേഴ്സ് ആണ് മേടിച്ചത്. പിയേഴ്സ് കുഴപ്പമില്ല, നല്ലതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിസ്ത കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്രാവശ്യം ഞാൻ പിസ്തയും കൂടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പേസ്റ്റ്, അങ്ങനെ ചോക്ലേറ്റ്സ് ആണ് കൂടുതൽ കേട്ടോ. ചോക്ലേറ്റ്സ് കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും എനിക്ക് ചോക്ലേറ്റ്സ് തികഞ്ഞില്ല എല്ലാവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം കൂടുതൽ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ എല്ലാ ഡേറ്റ്സിൻ്റെ അകത്ത് ബദാമൊക്കെ വെച്ചിട്ടുള്ളൊരു ചോക്ലേറ്റ് ഉണ്ടല്ലോ, നല്ല അടിപൊളി ചോക്ലേറ്റ് ആട്ടോ. നല്ല ക്വാളിറ്റി നോക്കി. കാര്യം ഇതിൻ്റെ കൊള്ളാത്തതുണ്ട്. ഞാൻ ഒരു ദിവസം ഡേ ടു ഡേ സെൻറ്ററിൽ നിന്ന് പറഞ്ഞാൽ മേടിച്ചത് ഒട്ടും കൊള്ളൂല്ലായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഞാൻ പൊട്ടിച്ചതാണ്. അതുകൊണ്ട് ഞാൻ മടക്കി വെച്ചിട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു എങ്ങനെ ഉണ്ടെന്നറിയാം. കിടിലൈറ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് ക്ലിപ്പൊന്നും കഴിഞ്ഞ പ്രാവശ്യത്തിന് അത്രയും ഞാൻ പർച്ചേസ് ചെയ്തില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കൂടുതൽ ദിവസം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പർച്ചേസ് ചെയ്യാനുള്ള ടൈമും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അത്രയും ചെയ്തില്ല, പർച്ചേസൊന്നും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലിപ്പും സ്ലൈഡും ഒക്കെ കുറച്ചുണ്ട്. പിന്നെ ഈ ഒരു വാച്ച് എനിക്ക് എൻ്റെ അപ്പമ്മ കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. നല്ല വാച്ച് കേട്ടോ, നല്ല അടിപൊളി വാച്ചാണ്. പിന്നെ പെൻസിൽ 2 ബോക്സ് പെൻസിൽ മാത്രമേ മേടിച്ചുള്ളൂ. ഇപ്രാവശ്യം സ്കൂളൊക്കെ അടച്ചിരിക്കുകയല്ലേ, ഇപ്പം തന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ പിള്ളേർക്കൊക്കെ. പിന്നെ ചോക്ലേറ്റ് ഉണ്ട്, ഇതൊക്കെ ഓഫറിൽ കിട്ടിയപ്പം മേടിച്ചതാണ്. നല്ല ചോക്ലേറ്റ്, അത് ഒരു 19 dirhams ആയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതിന്. പിന്നെ ഇത് ഡൈ ആണ്, അടിപൊളി ഡൈ ആണ് കേട്ടോ. ഭയങ്കര റിവ്യൂസൊക്കെ ഉള്ളൊരു ഡൈ. അപ്പോൾ അതും പക്ഷേ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതിന്. പിന്നെ ഒരു പേഴ്സ് മേടിച്ചു, അത് നെസ്റ്റോയിൽ പോയപ്പോൾ മേടിച്ചതാണ്. പിന്നെ നിവ്യ, അത് എനിക്ക് തേക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. എനിക്ക് മോയ്സ്ചറൈസറായിട്ട് എന്തെങ്കിലും, എനിക്ക് ഡോവോ നിവ്യൊക്കെ ആയിട്ട് ഞാൻ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറേ വേറെ ചോക്ലേറ്റ്സ്, ചെറിയ ചെറിയ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഏകദേശം എൻ്റെ പെട്ടി കെട്ടെല്ലാം കഴിഞ്ഞു. ഏകദേശം ഇപ്പോൾ എത്ര മണിയാണെന്നറിയോ? 1:30 ഞാൻ ഈ പെട്ടി കെട്ടുന്നത്. പിന്നെ പിയേഴ്സിൻ്റെ സോപ്പ്, ഞാൻ പറഞ്ഞില്ലേ പിയേഴ്സിൻ്റെ സോപ്പാണ് മേടിച്ചത് ഇപ്രാവശ്യം. അല്ലാതെ പിന്നെ കുറച്ച് അതിൻ്റെ പേരൊക്കെയായിരുന്നു സത്യം പറഞ്ഞാൽ, കീ വെച്ച് പൊട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊരു ഐറ്റം ഒരു പാക്കറ്റ് മേടിച്ചു. നാട്ടിൽ ചിലപ്പോൾ തിന്നിട്ടുണ്ടാകും ആൾക്കാരുണ്ടല്ലോ, അത് കഴിക്കട്ടെ. പിന്നെ കുറച്ച് യൂക്കാലി. ഇപ്രാവശ്യം വിക്സ് മേടിക്കാൻ പറ്റില്ല കേട്ടോ. യൂക്കാലി തന്നെ ഒരു വലിയൊരു പാക്കറ്റ് തന്നെ മേടിച്ചു, കുറേ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പം യൂക്കാലി. പിന്നെ ഇനിയിപ്പം നമ്മുടെ ചെറിയ പെട്ടിക്കകത്തിന് ഡ്രസ്സ് മാത്രമേ വെക്കുന്നുള്ളൂ. 10 kg കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഡ്രസ്സ് 2-3 ജീൻസ് വെക്കുമ്പോൾ തന്നെ അതിന് വെയിറ്റ് കൂടും മിക്കവാറും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എയർപോർട്ടിൽ നിന്ന് കംപ്ലീറ്റ് സാധനങ്ങൾ വാരിക്കളഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ലഗേജ് കൂടി. എൻ്റെ ചെറിയ ഷോർട്ട് ബാഗ് വരെ തൂക്കിയായിരുന്നു. അപ്പോൾ അത് പവർ ബാങ്ക് ഉൾപ്പെടെ ഉണ്ടായതുകൊണ്ട് വെയിറ്റ് കാരണം കൊണ്ട് എനിക്ക് പിന്നെ അവർ 350 dirhams അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അടച്ചില്ലായിരുന്നു. ആക്ച്വലി നാട്ടിലോട്ട് പൈസയൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ നമ്മളങ്ങനെ വെക്കത്തില്ലല്ലോ. സോ ഞാൻ പിന്നെ കുറേ ചെരുപ്പ്, ബാഗ്, പിന്നെ കുറച്ച് ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ വാരി കളഞ്ഞായിരുന്നു. അയ്യോ, അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് തൂക്കം നോക്കി മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഒരു ചെരുപ്പ് മേടിച്ചിട്ടോ. ഇത് തമ്പുരുവിനാണ്. തമ്പുരു കുറച്ചാളുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഒരു മെയ്ഡിനെ മേടിച്ചു, അത് ഗിഫ്റ്റ് ചെയ്യാനാട്ടോ. അത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു മെർമെയ്ഡുണ്ട്. പിന്നെ അതൊക്കെ എനിക്ക് 10 dirhamത്തിൻ്റെ ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ. പിന്നെ പെൻസിൽ ആ ഒരു ബോക്സും, പിന്നെ അല്ലാതെ നോർമൽ ഒരു പെൻസിൽ മാത്രമേ മേടിച്ചുള്ളൂ, അല്ലാതെ കൂടുതൽ എക്സ്ട്രാ ഒന്നുമില്ല. അതിന് ഏകദേശം എൻ്റെ പർച്ചേസൊക്കെ തീരാറായി. 1 സൈഡ് മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഗൾഫിലുള്ളവർക്ക് അറിയാവുന്ന ഈ പെട്ടി പാക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നമുക്ക് ഭയങ്കര പാടായിട്ടുള്ള കാര്യം. ബെഡ്ഷീറ്റൊക്കെ കുറേയൊക്കെ ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റിന് പക്ഷേ നമ്മൾ 2 ബെഡ്ഷീറ്റ് വെക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് തോന്നും.
സ്ലൈഡൊക്കെ നല്ല സാധനം. ഇത് ഇച്ചിരി അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. പൊട്ടിപ്പോയിരിക്കും, അത് കുഴപ്പമില്ല. ഞാൻ ഇപ്രാവശ്യം അതുകൊണ്ട് കുറച്ച് സാധനം മേടിച്ചുള്ളൂ. പിന്നെ ഒരു വാച്ച് കേട്ടോ. ഇതെൻ്റെ ഒരാൾക്ക് പ്രത്യേകം മേടിച്ചത്. കാര്യം ഞാൻ എല്ലാ പ്രാവശ്യവും കൊടുക്കുന്നവരുണ്ട്. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിട്ടു പോയവരുണ്ട്, അവർക്ക് മാത്രമായിട്ട് മേടിച്ചുള്ളൂ. കാര്യം എനിക്ക് എമർജൻസി ലീവായിരുന്നു കേട്ടോ. ആക്ച്വലി എമർജൻസി അതുകൊണ്ട് പെട്ടെന്നൊരു ഒരാവശ്യമായിട്ട് പോകും. അതുകൊണ്ട് കൂടുതൽ പർച്ചേസ് ഒന്നും ഇല്ല. ആവശ്യമായിട്ട് പോകുന്നുണ്ട്. അത് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം. കാര്യം നിങ്ങൾ ഒടിഞ്ഞു പോയാൽ തീർന്ന്. ഇച്ചിരി അത്യാവശ്യം ചെറുപൊടി സാധനമാണ്. കൊണ്ടുവന്ന് ഇച്ചിരി അടിയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. കളിപ്പാട്ടം അത് നമ്മുടെ കുഞ്ഞുപാവയ്ക്കാണ് ഇവിടെ വെക്കും. എന്നാ സാധനങ്ങളൊക്കെ എത്ര കടയിലൊക്കെ പോയിട്ടാണ് മേടിക്കുന്നത് എല്ലാവർക്കും അറിയും. ഗൾഫിലുള്ളവർക്ക് തരാതറിയും. നമ്മൾ എത്ര കടകളിൽ തെറ്റിയിട്ടാണ് നമുക്ക് ഇങ്ങനെ എത്ര സാധനങ്ങൾ വെച്ച് അപ്പം അത് കൊണ്ട് നാട്ടിൽ വരുന്ന ചിലർ നാളെ കൊണ്ടുവന്നൊക്കെ ചോദിക്കും. അപ്പം ചിലപ്പോൾ കേൾക്കുമ്പോൾ വിഷമം വരും, ചിലപ്പം ചോദിക്കും. അതുകൊണ്ടൊക്കെ വിചാരിച്ചിട്ടാണ് കൂടുതലൊന്നും കൊണ്ടുവന്നത്. മുട്ടായി ഇതിന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടായി ഞാൻ ഒരു അല്ല ആക്ച്വലി പിന്നെ ഒരു ഈന്തപ്പഴത്തിൻ്റെ ഒരു മുട്ടായി. ഇത് നല്ല മുട്ടായി, നല്ല ചോക്ലേറ്റാണ്. അപ്പം അതൊരു പാക്കറ്റ് എടുത്തു. പിന്നെ നമുക്ക് ഇത് നമ്മുടെ എന്നാ പിന്നെ കട്ട സോറി മായ്ക്ക് ഡബ്ബറല്ല ഇറൈസർ. ഇറൈസർ കുറച്ച് എന്തോ സാധനങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഒരു പാക്കറ്റ് എടുത്തു. അത് നമുക്ക് പിന്നെന്താ സോപ്പ്. ഇത് ജോൺസൺ ബേബിയുടെ സോപ്പാണ്. ബേബി സോപ്പ് ചെയ്തു. അതുകൊണ്ടല്ല ഓഫർ കിട്ടിയതിന് മേടിച്ചു കേട്ടോ. പിന്നൊരു സ്മാർട്ട് വാച്ച് ഉണ്ട്. പിന്നെയും ചോക്ലേറ്റ്. സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ല. ഇപ്രാവശ്യത്തെ പെട്ടികെട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപാരതയാണ്. കാര്യം ഒന്നുമില്ല. ഞാനൊന്നും കൊണ്ടുപോകും. സ്വാഭാവികമായിട്ട് എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഒത്തിരി ഉണ്ടാകും. പിന്നെ എല്ലാവരും ആപ്പ് ചെയ്ത് വെച്ചില്ലെങ്കിലുണ്ടല്ലോ ഒറ്റ കാര്യമുണ്ട്. ഇത് പെട്ടെന്ന് നമ്മൾ പെട്ടിക്കകത്തിട്ട് കഴിയുമ്പോഴേ പൊട്ടിപ്പോവും. കാര്യം എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഷാമ്പൂവിൻ്റെ ബോട്ടിൽ പൊട്ടിയിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ മൊത്തം ഷാമ്പൂവിൽ കുളിച്ചെടുക്കായിരുന്നു. സോ അതിനുശേഷം നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്യും. പിന്നെ ഞാൻ റാപ്പിംഗ് ടേപ്പ് ഇല്ല കേട്ടോ. ഞാൻ സെല്ലോ ടേപ്പ് വെച്ചാണ് ഇപ്പോൾ തൽക്കാലം റാപ്പ് ചെയ്യുന്നത്. കാര്യം ഇനിയിപ്പോൾ പോയി മേടിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്രാവശ്യം ഒരു ടൈം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ കുറേ ലിസ്റ്റുകളൊക്കെ എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പം വേണമെങ്കിൽ ട്രൈ ചെയ്യാം. സോ ആക്ച്വലി ഞാൻ 2 മേടിച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതലൊന്നും മേടിച്ചില്ല. പിന്നെ കുറച്ച് കട്ടറുണ്ട്. പിന്നെ കുറച്ച് പേനയൊക്കെ വേണം. ആരൊക്കെങ്കിലും എന്തിനു വേണമെങ്കിൽ 2 പേനയൊക്കെ കൊടുക്കാമല്ലോ. അതിനൊരു ടോർച്ച് മേടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്നൊരു ചേച്ചിക്ക് വേണ്ടിയിട്ടാട്ടോ. അതൊരു ടോർച്ച്. പിന്നെ ഈ ഒരു കളിപ്പാട്ടം ഞാൻ ആക്ച്വലി എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ പിന്നെ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എടുത്ത് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു വിധത്തിൽ എൻ്റെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 ബെഡ്ഷീറ്റൂടെ വെച്ച് കഴിയുമ്പോഴത്തേന് ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആവും. മൊത്തത്തിൽ കൂടിപ്പോയി ഒരു 25-26 കിലോ അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതേ കൊണ്ടുപോകുന്നുള്ളൂ. കാര്യം എക്സ്ട്രാ ഒന്നുമില്ല. അപ്പം പിന്നെ അതാണ്ട് ഈ ഒരു ബെഡ്ഷീറ്റും കൂടെ എടുത്ത് വെച്ച് 2 ബെഡ്ഷീറ്റ് മേടിച്ച് 3.5 ദിർഹത്തിൻ്റെയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ 3.5 ദിർഹത്തിൻ്റെ ബെഡ്ഷീറ്റാട്ടോ കൊണ്ടുപോയത്. നല്ലതായിരുന്നു. ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കളറൊന്നും പോയൊന്നുമില്ല. അടിപൊളി ബെഡ്ഷീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതും വെച്ചു. അപ്പോൾ ഫൈനലി ഇത്രയേ ഉള്ളൂ. അപ്പോൾ
വളരെ സ്പെഷ്യലായിട്ട് മേടിച്ചൊരു സ്പെക്സ് പ്രിഫറാണ് കുറച്ച് കൊള്ളാമോ. അപ്പോൾ ഫൈനലി എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പം നമുക്കിനി മെയിനായിട്ട് അടച്ച് പൂട്ടാം. വെട്ടിയടയ്ക്കട്ടെ.